السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം സൂറത്ത് ഹൂദിന്റെ 118-19 വചനങ്ങളിൽ നമുക്ക് കാണാം. ولو شاء ربك لجعل الناس أمة واحدة. താങ്കളുടെ രക്ഷിതാവ് റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ എല്ലാം ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. വല യസാലൂന മുഖ്തലിഫീൻ. എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേ തുടരുകയാണ്. മനുഷ്യ സമൂഹം വിവിധ മതങ്ങളായി, വിവിധ ദർശനങ്ങളായി, ഒരു മതവും ഇല്ലാത്തവരായി, റബ്ബിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരായി, ഈ മതമുണ്ട് എന്ന് പറയുന്നവർക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങളും, വിശ്വാസികളാണ് എന്ന് പറയുന്നവർക്കിടയിൽ തന്നെ കക്ഷിത്വവും വിഭാഗീയതകളും ഒക്കെ. വല യസാലൂന മുഖ്തലിഫീൻ. അവർ ഭിന്നതയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അല്ലാഹു തആല ഒരു വിഭാഗത്തെ മാറ്റി പറഞ്ഞു. ഇല്ലാ മൻ റഹിമ റബ്ബുക. ഇല്ലാ മൻ റഹിമ റബ്ബുക. നിന്റെ റബ്ബ് റഹ്മത്ത് ചെയ്തവർ ഒഴികെ. ആ റഹ്മത്ത് കിട്ടിയ ആളുകൾ അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കും. അന്ത്യനാൾ വരേക്കും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നതല്ല. അവരാണ് റഹ്മത്ത് കിട്ടിയ, അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യത്തിന് പാത്രീഭൂതരായിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് മുസ്ലിം സമൂഹം വിശേഷിപ്പിക്കുന്ന സുന്നത്തിന്റെയും പ്രമാണങ്ങളുടെയും മുൻഗാമികളുടെ പാത സ്വീകരിച്ചവരായി സത്യത്തിന്റെ വക്താക്കൾ. അള്ളാഹു റഹ്മത്ത് ചെയ്തവർ ഒഴികെ എന്ന് പറഞ്ഞത് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ചാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബത്തിന്റെയും ഉത്തമരായ ഈ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗമായ സലഫു സ്വാലിഹീങ്ങൾ, സഹാബാക്കളും അവരെ തുടർന്ന് വന്ന ഉത്തമ തലമുറകളിലെ ആൾക്കാരും മുൻഗാമികൾ, അവരെയാണ് സാങ്കേതികമായി സലഫുകൾ എന്ന് നാം വിശേഷിപ്പിക്കാറുള്ളത്. ആ കൂട്ടരും അവരുടെ പാത അനുഭവിച്ചവർ, അവരാണ് കാരുണ്യം കിട്ടിയവർ. അവർ ആ റഹ്മത്തിൽ സത്യത്തിൽ ഉറച്ചുകൊണ്ടേ നിൽക്കും. വലിദാലിക ഖലഖഹും. അള്ളാന്റെ ഈ റഹ്മത്ത് അവർക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് ആ വിഭാഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞു, വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. നിന്റെ റബ്ബിന്റെ വചനം അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു, സത്യമായിരിക്കും. മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങളെ കൊണ്ട് നരകം നിറയ്ക്കുമെന്നുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനം. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആ റഹ്മത്ത് കിട്ടിയവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായം 73 കക്ഷികളായി വിഘടിക്കുമെന്നും അതിൽ ഒരു വിഭാഗം രക്ഷപ്പെട്ടവരാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞു. 73 കക്ഷികളെ കുറിച്ച് പറഞ്ഞത് യൂതന്മാർ 71, നസാറാക്കൾ 72, ഈ സമുദായം 73 ഭിന്നിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗം ഒഴികെ ഇല്ലാ വാഹിദ. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഹിയ ജമാഅ. യഥാർത്ഥ ഐക്യത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. വേറെ ചില ഹദീസുകൾ കാണാം, മാ അന അലൈഹി യൗമ വ അസ്ഹാബി. ഞാനും എന്റെ സഹാബത്തും നിലകൊള്ളുന്ന അതേ മാർഗത്തിൽ നിലകൊണ്ടു. അവരെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയ്ക്ക് മാതൃകയാക്കി തെരഞ്ഞെടുത്ത വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളുമായി നിസ്കരിച്ചു. സഹാബാക്കളിലേക്ക് തിരിഞ്ഞു നിന്നു ഹൃദയങ്ങളെ പിടിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശം നടത്തി. ഇർബാദ് ബിൻ സാരിയ എന്ന സഹാബി അത് ഉദ്ധരിക്കുന്നുണ്ട്. വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗ. വളരെ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നടത്തി. ദർഫത് മിൻഹൽ ഉയൂൻ വവജ്ലത് മിൻഹൽ ഖുലൂബ്. കണ്ണുകൾ ഈറനണിഞ്ഞു, ഹൃദയം പേടിച്ച് വിറച്ചുപോയി ആ ഉപദേശത്തിൽ. അപ്പോൾ അത് ആ ഉപദേശം കേട്ട സഹാബാക്കൾക്ക് ഇതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങുകയാണ്, അവിടുത്തെ വേർപാടിന്റെ ചില സൂചനകളാണോ എന്ന് അവർ സംശയിച്ചു. അതങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഈൻ. ഇത് വിടവാങ്ങുന്ന ഒരാളുടെ പ്രഭാഷണം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, ഫൗസിന, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു വസിയത്ത് തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷമായ ഉപദേശം നമുക്ക് കാണാം. ഊസീകും ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് തരുന്നു. ഇത് എല്ലാവർക്കും ഉള്ള വസിയത്താണ്. എല്ലാ നബിമാരുടെ ജനതയ്ക്കും ആ അമ്പിയാക്കൾ മുഖേന അല്ലാഹു തആല കൊടുത്ത വസിയത്താണ് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത്. വീണ്ടും അവിടെ തുടർന്ന് പറഞ്ഞു, വസ്സംഇ വത്താഅ. നിങ്ങളുടെ നേതൃത്വത്തിനെ
മുസ്ലിം ഭരണാധികാരികളെ അവരെ നിങ്ങൾ അനുസരിക്കണം, അവരെ കേട്ടനുസരിക്കണം, ഭിന്നിക്കരുത് എന്നുള്ള ഉപദേശം. എത്രത്തോളം എന്നാൽ ഇനി അതൊരു എത്യോപ്യൻ നീഗ്രോ വംശജനായ അടിമയാണെങ്കിലും ശരി. വേറെ ചില ഹദീസുകൾ കാണാം, അവന്റെ തല ഉണക്കമുന്തിരി പോലെ. അതോ മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് വിരൂപിയായ ഒരു നീഗ്രോ വംശജനായ അടിമ വംശജനായ ഒരാളാണെങ്കിലും അവൻ അമീറായിട്ടുണ്ടെങ്കിൽ കേട്ടനുസരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം. എന്നിട്ട് അവിടെ പറഞ്ഞു, എന്റെ കാലശേഷം നിങ്ങളിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ കാണുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇഷ്ടമുള്ള ഒരു വിഭാഗത്തിന്റെ പിന്നാലെ പോകണം എന്നാണ്. ഒരിക്കലും അല്ല, കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ ശരീഅയെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ ഹിദായത്ത് ലഭിച്ച ഖലീഫമാരുടെ മാർഗത്തെയും നിങ്ങൾ പിന്തുടരുക. മുസ്ലിം ഉമ്മത്തിന് അവിതർക്കിതമായ ആ ഖലീഫമാർ 4 പേരാണ്. മഹാനായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും. ആ 4 ഖലീഫമാരാണ് സച്ചരിതരായ ഖുലഫാക്കൾ. അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഇവിടെ എടുത്തു പറഞ്ഞത്. തമസ്സകു ബിഹ, നിങ്ങൾ അത് രണ്ടും, അഥവാ എന്റെ സുന്നത്തിനെയും ഈ ഖലീഫമാരുടെയും മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. വീണ്ടും അവിടെ നിന്ന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒന്നുകൂടെ പറഞ്ഞു, അബ്ദു അലിഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക. ഇതാണ് അണപ്പല്ല് കൊണ്ട് കടിക്കുക. രക്ഷയുടെ മാർഗം ഒരു പിടിവള്ളിയാണെങ്കിൽ പിടിച്ചിട്ട് നിൽക്കണമെങ്കിൽ ഒന്നുകൂടെ കടിച്ചെങ്കിലും പിടിക്കുക, എന്നാലത് വിടരുത്, രക്ഷപ്പെടാൻ. അത്രത്തോളം മനോഹരമായ രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രക്ഷയുടെ പിടിവള്ളിയാണ്. അത് കടിച്ചെങ്കിലും പിടിച്ച് നിന്നേ പറ്റും. എത്ര തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കലുഷിതമായ സാഹചര്യങ്ങളും ഉമ്മത്തിൽ ഉണ്ടായാലും ഈ 2 കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ അവൻ രക്ഷപ്പെടും. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിടിക്കുക, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ആ സുന്നത്തിന് വിരുദ്ധമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് താക്കി നൽകി. വഇയ്യാകും വമഹ്ദസാത്തിൽ ഉമൂർ, മതകാര്യങ്ങളിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്തുകളിൽ നിന്ന് സൂക്ഷിക്കുക. പുതിയ കാര്യങ്ങളെയാണ് അവിടെ നിന്ന് പറഞ്ഞു. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, മതവിഷയങ്ങളിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ അത് ബിദ്അത്താണ്, പുത്തനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. മറ്റു ചില ഹദീസുകൾ ഇത്ര കൂടി കാണാം, വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അവസാനം നരകത്തിൽ തന്നെയാണ്. വഴികേടൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള നല്ല താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത്. സഹോദരന്മാരെ, ഈ സമുദായം ഭിന്നിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത് ജൂതന്മാരുടെ കുതന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ഈ സമുദായത്തിൽ ഭിന്നത ഉടലെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു സൗദാദ് എന്ന പ്രസിദ്ധനായ ചരിത്രം കണ്ട സ്വഹാബാക്കളുടെ കാലത്ത് തലപൊക്കിയ യമനിലെ ജൂതവംശജനായ ഒരു വ്യക്തി, അയാളിലൂടെയാണ് ഈ സമുദായത്തിൽ ഭിന്നതകൾക്ക് തിരികൊടുക്കുന്നത്, വിവാഹിതകൾ ഉടലെടുക്കുന്നത്. എത്രത്തോളം എന്നാൽ മുസ്ലിം പണ്ഡിതന്മാർ അയാളെ കുറിച്ച് പറഞ്ഞത് ക്രിസ്തു മതത്തെ സാൻപോൾ അഥവാ പൗലോസ് എപ്രകാരമാണോ അതിനെ ശിഥിലമാക്കിയത്, വികൃതമാക്കിയത്, ഈസാ അലൈഹി സ്വലാമിൻ്റെതല്ലാത്ത അധ്യാപനങ്ങളെ കൊണ്ട് ക്രിസ്തു മതത്തെ വികലമാക്കാൻ ശ്രമിച്ചതുപോലെയുള്ള പണിയാണ് അബ്ദുല്ലാഹി ഇബ്നു സബ മുസ്ലിം ദേശധാരിയായിക്കൊണ്ട് ഇസ്ലാമിക ലോകത്ത് കടന്നു പ്രവർത്തിച്ചത് എന്നതാണ്. അത് ജൂതന്മാരുടെ തന്ത്രത്തിന്റെ ഫലമായിരുന്നു. ആ അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ കുതന്ത്രങ്ങളുടെ ഫലമായി ഉണ്ടായത് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിരുന്നറിയോ 2 അപകടം പിടിച്ച നാശകാരികളായ പിഴച്ച കക്ഷികളാണ്. പ്രധാനമായ 2 കക്ഷികൾ. പിന്നെ അതിനുശേഷം വീണ്ടും പല കക്ഷികളും ഉടലെടുത്തു. ആ പ്രധാനപ്പെട്ട 2 കക്ഷികളിൽ ആദ്യം തലപൊക്കിയത് ഖവാരിജുകളാണ്. ഖവാരിജുകൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വിഭാഗം. പലതരക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്. എന്നാൽ അവരിലെല്ലാം ജ്വലിച്ചു കാണുന്ന ചില പ്രത്യേകമായ തീവ്ര സ്വഭാവങ്ങൾ, പിഴച്ച വിശ്വാസങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ഇതെല്ലാം അവരുടെ എല്ലാം തെളിഞ്ഞു നിൽക്കുന്ന പൊതുവായിട്ടുള്ള സ്വഭാവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ വിഭാഗം ഷിയാക്കളാണ്. ഷിയാക്കളും അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ കരങ്ങളിലൂടെ അതും ഉയർന്നു വന്നു, സമൂഹത്തിൽ ഉടലെടുത്തു. സമൂഹത്തിന്, ഈ ഉമ്മത്തിന് വലിയ നാശകാരികളായ രണ്ടാമത്തെ പിഴച്ച കക്ഷികൾ. ഇന്നത് വളർന്ന് പന്തലിച്ച് ചരിത്രത്തിന്റെ താളുകളിലുടനീളം നമ്മൾ കണ്ണോടിച്ചാൽ ഇവരുടെ ക്രൂരതകളും അതുപോലെ തന്നെ വിശ്വാസങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും ഈ മുസ്ലിം സമുദായത്തിൽ ഏൽപ്പിച്ച പരിക്ക് എന്നുള്ളത് ചില്ലറയില്ല, എണ്ണിയാൽ ഒടുങ്ങുന്നതുമല്ല. അത്രമാത്രം ഭീകരമായി നമുക്ക് കാണാൻ കഴിയും. ഖവാരിജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി ഉണ്ടായ കക്ഷികൾ അവരാണ്. ഇവർ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അന്യോന്യം ഇവർ തന്നെ മറ്റു വിഭാഗങ്ങളെ കാഫിറുകൾ എന്ന് പറയുന്നു. മുസ്ലിങ്ങളായി തലപൊക്കിയ ആളുകൾ അവരുടെ നിലപാടിനോട് യോജിക്കാത്തവരെ, എതിർ കക്ഷിയെ കാഫിറുകൾ, അവിശ്വാസികൾ
മുർത്തദ്ദുകൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. ഇസ്ലാമിൽ നിന്ന് പോയതാണ്. അത് മുസ്ലിങ്ങളിലും നിരപരാധികളിലും ഇവർ വെച്ചു. ഇവരുടെ തന്നിഷ്ടങ്ങളോട് യോജിക്കാത്ത ആളുകളെ, മുസ്ലിം ഭരണാധികാരികളെയും ആ ഭരണാധികാരികൾക്ക് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചു കഴിയുന്ന ജനസമൂഹത്തെയും പൊതുജനസമൂഹത്തെയും ഇവർ കാഫിറുകൾ എന്ന് വിളിച്ചു. അനന്തരം എന്താണ് ഉണ്ടായത്? ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കാഫിറുകളായ ആളുകൾക്കെതിരെ ജിഹാദ് നടത്തുക, അവർക്കെതിരിൽ രക്തകലുഷിതമായ സംഘടനകൾ ഉണ്ടാക്കുക, വധിച്ചു കളയുക. അതാണ് അവരുടെ നിലപാടായിരുന്നു. ഇതിലൂടെ മുസ്ലിം ഉമ്മത്തിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഷിയാക്കളെയും ഖവാരിജുകളെയും സൃഷ്ടിച്ചതിലൂടെ ജൂത നസാറാക്കൾക്കും മറ്റ് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ഉണ്ടായ വലിയ നേട്ടമെന്നറിയാം. മുസ്ലിമീങ്ങളെ കൊല്ലുന്ന അവരുടെ പണി ഇവരിലൂടെ ഒന്ന് കുറഞ്ഞു കിട്ടി. ബാക്കി ഇവരെന്നെ ചെയ്തോ? ഈ രണ്ട് പിഴച്ച കക്ഷികൾ മുസ്ലിം സമൂഹത്തിന്റെ ഘാതകരായി, വലിയ കൊലയാളികളായി ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നു. ഇന്ന് വരെ, ഞാൻ ഈ പറയുന്ന നിമിഷം വരെ, അന്ത്യനാൾ വരെ ഇവർ ഉണ്ടാകുമെന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവരുടെ ഷറിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളെ കുറിച്ച് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ചില ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഗനീമത്ത് സ്വത്തും മറ്റുമൊക്കെ വിഹിതം വെച്ച കൂട്ടത്തിൽ പ്രഗത്ഭരായ അൻസാറുകളെയും ചില ആളുകളെ, മുഹാജിറുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളെ അവരൊന്ന് പിടിച്ചു നിർത്താനും ഒന്ന് അണയ്ക്കാനും ഒക്കെ അവരിലെ ആളുകൾക്ക് അത് വീതം വെച്ചു കൊടുത്തു. കൂട്ടത്തിൽ വീതം വെച്ച കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു എന്നാണ്, ഇത്തഖില്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അള്ളാഹനെ സൂക്ഷിക്കണം. വേറെ ചില ഹദീസുകളിൽ നീ നീതി കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ആരോടാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇനി ആരാണ് സൂക്ഷിക്കുക? ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? ശേഷം അയാൾ തിരിഞ്ഞുപോയി. നമുക്ക് ഹദീസുകളിൽ കാണാം. അങ്ങനെ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞു, ഇന്ന മിൻ ദബ്ബി ഹദാ, ഇവന്റെ പിന്നിലായിട്ട് ഇനി വരാനുണ്ട് ഖൗമൻ യഖറഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരായിരിക്കും. ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ടക്കുഴികൾക്ക് താഴേക്ക് ഇറങ്ങുകയില്ല. എന്ന് പറഞ്ഞാൽ നാവിൽ തിലാവത്തുണ്ടാകും. ഖുർആനിന്റെ ആശയങ്ങൾ അവർ പഠിക്കില്ല, ഖുർആനിന്റെ സന്ദേശം അവർ സ്വീകരിക്കില്ല. അങ്ങനത്തെ ആളുകൾ അവർ യംറുഖൂന മിന ദീൻ നുറൂഖ അസ്സഹ്മി മിന റബിയ, അമ്പടിച്ച് വേട്ടമൃഗത്തിൽ തളച്ചത് പുറത്ത് കിടക്കുന്നത് പോലെ അവർ ദീനിൽ കയറി പുറത്തു പോകും. ഇതാണ് ഖവാരിജികളെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഒരു പ്രത്യേകത കൂടി പറഞ്ഞു, വയദഊന യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ, മുസ്ലിമീങ്ങളെയായിരിക്കും ഇവർ കശാപ്പ് ചെയ്യുക, എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ വിട്ടേക്കുകയും ചെയ്യും. ഇതാണ് ചരിത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത്. ഇന്ന് ഇവരുടെ ചിന്താഗതിയിൽ പല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, തീവ്ര വിഭാഗങ്ങൾ, ജൂത സൃഷ്ടികളായ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ജൂത സൃഷ്ടികൾ, ഖവാരിജുകൾ, അവർ ഈ നിലയ്ക്ക് മുസ്ലിമീങ്ങൾ ഒന്നുകിൽ ഇവരുടെ കയ്യിലൂടെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഇവർ പ്രത്യക്ഷപ്പെട്ടതിനെ മറയാക്കിക്കൊണ്ട് ജൂത നസാറാക്കളും മറ്റ് ഇതര ഇസ്ലാമിന്റെ ശത്രുക്കളും ഇവരുടെ പേരിൽ മുസ്ലിം പൊതുജനങ്ങളെ കൊല്ലും. ഈ രണ്ടാമതാണ് നടക്കുന്നത്. ഒന്നുകിൽ ഇവരുടെ കാര്യങ്ങളാൽ, അല്ലെങ്കിൽ ഇവരുടെ പേരും പറഞ്ഞ് ഇത്തരം തീവ്ര വിഭാഗങ്ങളുടെ പേരും പറഞ്ഞ് അതിന്റെ ബലിയാടുകളാകുന്നത് പാവപ്പെട്ട ജനങ്ങൾ, പൊതുജനങ്ങൾ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഎസിനെയും അൽ ഖാഇദയെയും ജമാഅത്തുൽ ഇസ്ലാമി തക്ഫീർ ജമാഅത്തുൽ ഇസ്ലാമി വൽ ഹിജ്റ എന്നറിയപ്പെടുന്ന തക്ഫീറിന്റെ വിഭാഗങ്ങൾ. മുസ്ലിം സമൂഹത്തെല്ലാം ഇന്ന് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച സമൂഹമില്ല, സൊസൈറ്റി ഇല്ല എന്നവർ പറയും. കാഫിര്യങ്ങളാണ്, അവർക്കെതിരെ ജിഹാദ് നടത്തണം. എന്നിട്ടെല്ലാം ചാവേറുകളാകുന്നതും സ്ഫോടനങ്ങൾ നടത്തുന്നതും മുസ്ലിം നാടുകളിൽ, വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം നാടുകളിൽ. അവിടെയാണ് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഐഎസിനെ കുറിച്ച് അവർ തീവ്ര വിഭാഗമാണ്, ആധുനിക ഖവാരിജുകളാണ് എന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇതുപോലെയുള്ള പല വിഭാഗങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ, ഇസ്ലാമിന്റെ ശത്രുക്കൾ തിരികൊടുത്തി വെച്ച വിശ്വാസത്തിന്റെയും ചിന്തയുടെയും ബാക്കി പത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഷിയാക്കൾ, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ പേര് ജീവിക്കുന്ന ആളുകളാണ് ഷിയ വിഭാഗം. എന്തിനാണ് ഷിയാക്കളെ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാകും. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തെ ഏൽപ്പിച്ച പരിക്ക് വിശ്വാസപരമായും അവരുടെ ശക്തിയെ ദുർബലപ്പെടുത്തുന്നതിലും ഷിയാക്കൾ വഹിച്ച പങ്ക് എന്നുള്ളത് ചെറുതല്ല. ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ ആദ്യകാലത്ത് 3 തരക്കാരായി ഷിയാക്കൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒന്ന് മുഫദ്ദിലകൾ എന്നറിയപ്പെടും. അലി റളിയല്ലാഹു അൻഹുവിന് മറ്റ് അബൂബക്കർ, ഉമർ തുടങ്ങിയ സഹാബാക്കളെക്കാൾ പ്രഥമ സ്ഥാനം കൊടുക്കുക. പക്ഷെ അതൊരു പിഴച്ച വിശ്വാസമാണ്. ഈ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നതാണ് ഭൂരിപക്ഷം വിശ്വാസം. പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഖലീഫമാർ എങ്ങനെയാണോ അപ്രകാരമാണ് നമ്മൾ ശ്രേഷ്ഠത കൊടുക്കുന്നത്. പക്ഷെ ഷിയാക്കൾ വാദിച്ചത് അലിക്ക് വേണ്ടി എന്ന വ്യാജന, ഖവാരിജികൾ അലിക്കെതിരെ തിരിഞ്ഞു
അവർ സംഘടിച്ചു. ഷിയാക്കൾ അലിക്ക് വേണ്ടി എന്ന രൂപത്തിൽ സംഘടിച്ചതാണ്. രണ്ടും വിരുദ്ധ ശക്തികൾ, പക്ഷെ രണ്ടും അലിക്കാർക്കാണ്, ഇസ്ലാമിനാണ്, മുസ്ലിമീങ്ങൾക്കാണ്. ആ ഷിയാക്കളുടെ വിശ്വാസം തുടക്കത്തിലൊക്കെ അലി റളിയല്ലാഹു അൻഹു മുൻഗണന കൊടുത്തു. ഈ അലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറിനെയും ഉമറിനെക്കാളും ആരെങ്കിലും എനിക്ക് ശ്രേഷ്ഠത കൊടുക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുത്ത് വന്നാൽ അവന്റെ മുതുകടിച്ച് ഞാൻ പൊളിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വ്യാജം പറഞ്ഞതിന്റെ പേര്. ഇതാണ് അലി റളിയല്ലാഹു അൻഹു പോലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവർ സംഘടിച്ചു, കക്ഷികളായി. പിന്നീട് സബ്ബാബ എന്നൊരു വിഭാഗം. സബ്ബാബ എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നവർ, ശപിക്കുന്നവർ, പ്രാകുന്നവർ എന്നാണ്. മഹാനായ അബൂബക്കർ, ഉമർ തുടങ്ങിയ മറ്റു സഹാബാക്കളെയൊക്കെ, ആ ഭൂരിപക്ഷം സഹാബാക്കളെയും ലാനത്ത് ചെയ്യുന്ന ആളുകൾ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്നവർ, അദ്ദേഹം കാഫിറാണെന്ന് വിശ്വസിക്കുന്നവർ എന്ന് മാത്രമല്ല എല്ലാ സഹാബാക്കളും. ചില ആളുകളെ ഒഴിച്ചാൽ അവർക്ക് വിരുദ്ധമാകുന്ന സഹാബാക്കൾ, ഉമ്മത്തിലെ ഏറ്റവും മഹാപുരുഷന്മാരെ, മഹാവ്യക്തിത്വങ്ങളെ എല്ലാം സത്യനിഷേധികളെന്ന് അവരുടെ നാവുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അവരാണ് സ്വഭാവം. പിന്നെ വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു, സനാദിക്ക. ഷിയാക്കളിലെ ഒരു വിഭാഗമാണ് സനാദിക്ക, നിർമ്മതവാദികൾ. അവർ തന്നെ നിർമ്മിച്ച് കൽപ്പിതമായ ചില ആദർശങ്ങൾ, ഈ സമുദായത്തിന്റെ പേരിലാണ് അവർ നിൽക്കുക. എന്താണ് അവരുടെ വിശ്വാസം? അലി റളിയല്ലാഹു അൻഹു നബിയാണ് എന്ന് ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചു. പിന്നീട് അലി ഇലാഹാണ്, അള്ളാഹു തന്നെ എന്ന് വിശ്വസിച്ചു. ഇവരിൽ ചിലർ അലി റളിയല്ലാഹു അൻഹു പഠിച്ചു. എന്താ നിങ്ങൾ എന്റെ വിഷയത്തിൽ പറയുന്നത്? അവർ പറഞ്ഞു, അന്തറുവ, നീ തന്നെയാണ് അവൻ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് ഈ ഹുവ? അന്തറുവ, നീയാണ് അള്ളാഹു എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ അഗ്നി കൊണ്ട് ശിക്ഷിച്ചുവെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അത്രയും കടുത്ത ശിക്ഷ കൊടുക്കാൻ കാരണം ഇവരുടെ ബലാലത്തിന്റെ തീവ്രതയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇവർ തന്നെയാണ് നമ്മുടെ ഉമ്മത്തിൽ, സമുദായത്തിൽ ഖബർ പൂജയും മറ്റു വിദഗ്ധകളും ഈ നബിദിന ആഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന ജന്മദിനാഘോഷം ഷിയാ സൃഷ്ടിയാണ്. ഖബർ പൂജയും മറ്റ് അനാചാരങ്ങളും, അതിന്റെ പേരിൽ നടക്കുന്ന മയ്യത്തുകൾക്ക് വേണ്ടി, മയ്യത്തുകളോടുള്ള പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയുള്ള ആരാധനകളും അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഔലിയാക്കളിലുള്ള അതിരുകവിഞ്ഞ വിശ്വാസവും ഒക്കെ വന്നതും ഷിയാക്കളിൽ നിന്ന് തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ജീർണതകൾ, വിശ്വാസങ്ങൾ അത് ഇവരിൽ നിന്ന് കടന്നു വന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഏറ്റവും അധികം ഷിയാ ലോകത്ത് തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരിൽ താരതമ്യേന തീവ്രത കുറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരാണ് സയ്യിദിയകൾ എന്ന് പറയുന്ന, അവരിൽ തന്നെ ബുദ്ധിരിയ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർ അലി റളിയല്ലാഹു അൻഹുവിന് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത കൊടുത്തു എന്ന ഒരു വിധത്താണ് അവരിലുള്ളത്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷിയാക്കളുടെ പോലെ മാറി, അവരുടെ ഭാവം മാറി. ഇന്ന് ഭൂരിപക്ഷ ഷിയാക്കളും അവിശ്വാസത്തിന്റെയും ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാണ്. എന്നല്ല, മുസ്ലിം സമൂഹത്തോട് കടുത്ത വിദ്വേഷവും അവരുടെ രക്തം ചിന്താൻ ആഗ്രഹിക്കുന്ന രക്തദാഹികളായ ചെന്നായിക്കളായാണ് ഷിയാ വിഭാഗം ഈ ലോകത്ത് നിലകൊള്ളുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പല വിധത്തിൽ സ്വാധീനം ഈ ഷിയാ വിഭാഗത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്ന, സ്വാഭാവികമാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നു. അവർ മുസ്ലിമീങ്ങളുടെ ഇതിഹാസ താരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ സഹോദരങ്ങളെ, അവരുടെ വഞ്ചനയുടെ ചില ചരിത്രങ്ങളുണ്ട്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ഇറാനിലും ഇറാഖിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും അടക്കം ഇസ്നാ അശരിയ എന്ന ഷിയാക്കളുടെ ഏറ്റവും പ്രബല വിഭാഗങ്ങൾ നിലകൊള്ളുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? വലിയ പിഴച്ച വിശ്വാസങ്ങളാണ് അവർക്കുള്ളത്. 12 ഇമാമുമാരിൽ ഇവർ വിശ്വസിക്കുന്നു. 12 ഇമാമുമാർ. 12 ഇമാമുമാർ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൽ തുടങ്ങി ഇവർ ഇനി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്ന ഇമാം അടക്കം 12 ആളുകൾ. ഇതിന്റെ ഇടയിൽ അഹ്ലുൽ ബൈത്തിന്റെ പേരിലൊക്കെ മറ്റു 10 പേര് കൂടിയുണ്ട്. അത് ആരാണെന്നതിലൊക്കെ ഇവർക്കിടയിൽ തന്നെയും പിന്നെ തർക്കമുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അവർ കുറ്റമറ്റവരാണ്, അവരുടെ വാക്ക് പ്രമാണമാണ്, അവർക്ക് തെറ്റുപറ്റില്ല, മഅ്സൂമികളാണ്. അലി റളിയല്ലാഹു അൻഹു ഇലാഹാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉലൂഹിയത്ത് വളർച്ചു കൊടുത്ത് അദ്ദേഹത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന തീവ്രവിഭാഗം. അങ്ങനെ വിശ്വാസ വൈകല്യങ്ങളും ആ ആളുകൾ ഇന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന മഹദി എന്ന ഈ പറഞ്ഞ മുഹമ്മദ് ഹസൻ അൽ അസ്കരിയാണെന്ന് കാണാൻ കഴിയും. ഈ 12 ഇമാമുകളിലൂടെ അല്ലാതെ ഈ ഭൂലോകത്ത് ഖിലാഫത്ത് ഇല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും ഖിലാഫത്ത് അത് അക്രമമാണ്, അത് ശരിവെക്കുന്നവൻ കാഫിറാണ്. എന്നല്ല, ജൂത നസാറാക്കളെക്കാൾ കടുത്ത കാഫിറാണ് അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനിനെയും ശരിവെക്കുന്ന, അവരെ സ്നേഹിക്കുന്നവർ എന്നാണ് അവരുടെ വിശ്വാസം. ആലോചിച്ചു, ഈ ഉമ്മത്തിലെ ഏറ്റവും ഞാൻ ആരെങ്കിലും ഒരു ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നില്ല, അത് അബൂബക്കറിനെ ആയിരുന്നു. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ അത് പറയാൻ ഏറെയാണ്. ഉമർ, അബൂബക്കർ, 2 മഹത്വങ്ങൾ. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയ 2 ആളുകൾ അവരാണ്. എന്ന് മാത്രമല്ല, ആലോചിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസിയായ മനുഷ്യന്റെ ജാറും അയാളുടെ ഖബർ സിയാറത്ത് നടത്തുന്നവരാണ് ഇറാനിലെ ഇസ്നാ അശരിയ എന്ന വിഭാഗം. അവരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഉമർ റളിയല്ലാഹുവിനെ കൊന്ന ഈ മജൂസിയായ അബൂ ലുഅ്ലുഅത്തിന്റെ. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതറിയാൻ കഴിയും. അവരവിടെ പോയിട്ട് അബൂ ലുഅ്ലുഅത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ അലൈഹിസ്സലാം എന്ന് പറയാം.
പ്രശംസിക്കുകയാണ്. എന്തുകൊണ്ട്? ഉമറിനെ കൊന്നു എന്ന വലിയൊരു ഇബാദത്ത് ചെയ്ത മനുഷ്യൻ. സുബ്ഹാനല്ലാഹി ആലോചിച്ചു. ഇത്രയേറെ പിഴച്ച വിശ്വാസങ്ങളാണ് ഇവരിലുള്ളത്. ഇന്ന് അവർ പിന്നെ സഫവിയ ഭരണകൂടം മറ്റൊരു രൂപത്തിലേക്ക് വഴിമാറി ആയത്തുള്ള ഹുമൈനി അഥവാ പണ്ഡിതന്മാർ ആയത്തു ഷെയ്ത്താൻ എന്ന് വിളിച്ച ഹുമൈനിയുടെ നേതൃത്വത്തിലുണ്ടായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇവരുടെ ഇറാനിലെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയാം. ഇസ്ലാമിക വിപ്ലവം എന്നാണ് ഹുമൈനിയുടെ വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞത്. സഹോദരങ്ങൾ, അത് പിശാചിന്റെ വിപ്ലവമായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചതാണ്. അത്രത്തോളം ഇവരിലൂടെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടവും നാശവും കൈവന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിലായത്തുൽ ഫഖീഹ് എന്നറിയാം. ഇവരുടെ 12 ഇമാമല്ലാത്ത ഇമാം ഭരണം ഇല്ല എന്നാണ്. ഇന്ന് ഹുമൈനിക്ക് ശേഷം ഖാംനയും ഇറാനിലെ ഷിയ വിഭാഗങ്ങൾ ഭരണം നടത്തുന്നത് അത് വിലായത്തുൽ ഫഖീഹ്, പണ്ഡിതന്റെ ഭരണം എന്നാണ്. അങ്ങനെ ഒരു വകുപ്പ് ഇവരിലുണ്ട്. ഈ പറഞ്ഞ ഇമാമുകൾ ഇല്ലാത്ത സ്ഥാനത്ത് ഇമാമ് വരുന്നത് വരെ തൽക്കാലം കാര്യങ്ങൾ നോക്കി നടത്താൻ ഇവരുടെ പണ്ഡിതരെ സ്ഥാനത്തിരിക്കുക. അങ്ങനെയാണ് ഹുമൈനിയും ഖാംനയൊക്കെ ഭരണരംഗത്തുള്ളത്. ഇവർ അന്നും ഇന്നും ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ അവരുടെ രക്തം ചിന്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച പണിയെടുത്ത ആളുകളാണ്, വഞ്ചകരാണ്. ഇവരെ കുറിച്ച് പറയുന്നത് ഇവർക്ക് തഖിയ എന്ന ഒരു വിശ്വാസമുണ്ട്. തഖിയ ഇവരുടെ പ്രമാണങ്ങളിൽ അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ്, എഴുതി വെക്കപ്പെട്ടതാണ്. തഖിയ എന്താണ്? തഖിയ വഞ്ചനയും കാപട്യവും ഒളിപ്പിച്ചിട്ടുള്ള തഖിയ എന്ന് പറയും. അവരുടെ യഥാർത്ഥ വിശ്വാസത്തെയും യാഥാർത്ഥ്യത്തെയും മൂടി വെച്ചുകൊണ്ട് തങ്ങളുടെ എതിരാളികളോട് അനുഭാവം പുലർത്തുക. ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് എന്ന രൂപത്തിൽ യോജിക്കുന്ന രൂപത്തിൽ പറയാം. അതിന് പച്ച കളവ് ഞങ്ങൾ പറയും. പക്ഷേ ഉള്ളിൽ വേറൊന്നാണ്. പുറത്ത് പത്തിയും അകത്ത് കത്തിയും എന്ന് പറയുന്നത് പോലെ പുറത്ത് ആശീർവാദത്തിന്റെ ഇങ്ങനെ കാണിക്കും. പക്ഷെ തക്കൽ കിട്ടിയാൽ കുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന വഞ്ചനയുടെ ആളുകളാണ് ഈ തക്കിയുടെ ആളുകൾ. അവരങ്ങനെ തന്നെയാണ് ചരിത്രത്തിലുടനീളം വഞ്ചിച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ ഞാൻ വഴി സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ തഖിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. തഖിയ ഒരു ജഅഫർ സ്വാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു പണ്ഡിത ശ്രേഷ്ഠനും അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹത് വ്യക്തിയുമാണ് ജഅഫർ സ്വാദിഖ്. അദ്ദേഹത്തിൽ നിന്ന് വ്യാജമായി വന്നിരിക്കുന്നു തഖിയത്തു ദീനി വ ദീനി ആബായി. ഈ പറഞ്ഞ ഈ കാപട്യവും വഞ്ചനയും എന്നുള്ള തഖിയ, കള്ളം പറയുക, മറ്റൊന്ന് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് വേറൊന്ന് പറയുക, അത് എന്റെയും എന്റെ പൂർവ്വപിതാക്കൻ അഹ്ലു ബൈത്തിന്റെയും വിശ്വാസമാണ്, ദീനാണ്. ലാ ദീന ലിമൻ ലാ തഖിയത. ഈ തഖിയത്തില്ലാത്തവന് ദീനില്ല. എന്നാൽ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇവർ എഴുതി പിടിപ്പിച്ചത് മതത്തിന്റെ ദീനിന്റെ 10ൽ 9 ഭാഗവും തഖിയത്താണ്. ഈ വഞ്ചനയാണ്. തഖിയത്തില്ലാത്തവന് ദീനില്ലാതാണ്, അമൃതമാകുന്നതാണ്. അതുകൊണ്ട് എതിരാളികളെ, പ്രത്യേകിച്ച് സുന്നികൾ, ഇവർ പറയുന്ന നാസിരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മളെ വഞ്ചിക്കുക എന്നതാണ് ദീൻ. അത് എഴുതി പിടിപ്പിച്ച കാര്യം. ആ ആളുകളെയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹം പിന്നെ പ്രശംസിക്കുന്നതും അവരെ ഇതിന്റെ ഉള്ളിലേക്ക്, സുന്നി സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ഖുർആൻ അപൂർണമാണ് എന്ന് വിശ്വസിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ, അതിൽ അലിയുടെ ഇമാമത്തിനെ കുറിച്ച് പറയുന്ന പല സൂറത്തും നമ്മൾ ഒഴിവാക്കിയെന്നുള്ള വിശ്വാസം നമുക്കില്ല. അള്ളാഹു താല ഖുർആനെ സംരക്ഷിച്ചിട്ടില്ല. അള്ളാഹു താല പറഞ്ഞാൽ ഈ ഖുർആൻ നാളേക്ക് നാം സംരക്ഷിക്കും. നമ്മുടെ വാദപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പല സൂറത്തുകൾ നമ്മൾ എടുത്തു മാറ്റിയെന്നാണ്. അലിയാണ് അടുത്ത് ഇമാമാകേണ്ടത് എന്ന വാക്യം ഞങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ഖുർആനെ കുറിച്ച് പോലും പിഴച്ച വിശ്വാസം. സഹാബാക്കളുടെ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ സഹാബാക്കളെ ലഅനത്ത് ചെയ്യുക, സത്യവിശ്വാസികളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ച ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരം ആരോപിക്കുക തുടങ്ങിയ അതിക്രൂരമായ നീചമായ വിശ്വാസ വൈകല്യം ആലോചിച്ചു. വിശുദ്ധ ഖുർആൻ പരിശുദ്ധപ്പെടുത്തി പറഞ്ഞ നമ്മിൽ ഒരാളുടെ ഉമ്മയല്ല, മനസ്സിലാക്കുന്ന നമ്മിൽ ഒരാളുടെ ഉമ്മയെ കുറിച്ചല്ല വിചാരാരോപണം. വിശ്വാസി സമൂഹത്തിന്റെ മൊത്തം മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആലോചിച്ചു. ഇതെങ്ങനെയാണ് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശത്രുക്കളുടെ ശാപത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിച്ചതുപോലെ പിഴച്ച കക്ഷികളിലൂടെ ഉമ്മത്തിന് വലിയ ദൗർബല്യവും ഒരുപാട് നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ രണ്ടാമത് സൂചിപ്പിച്ച ഷിയാക്കളുടെ വഞ്ചനയുടെ ചരിത്രം, അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളെ ഷിയാ സുന്നി എന്നാണല്ലോ നമ്മളിവിടെ നാട്ടിൽ പറയുന്ന ഷിയാ സുന്നി, സുന്നി മുജാഹിദ് എന്ന ആ സുന്നിയല്ല, മറിച്ച് ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തെ രണ്ടായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഷിയാക്കൾ, സുന്നികൾ. ഷിയാക്കൾ അല്ലാത്തവരൊക്കെ സുന്നി എന്നാണ് പറയുക. പറഞ്ഞു വന്നത് ഈ സുന്നി വിഭാഗത്തോടുള്ള ഇവരുടെ ശത്രുത എന്നുള്ളത് ജൂത നസാറാക്കളെക്കാൾ ഇവർ തന്നെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ സഹായിക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് രക്ഷകരായി പ്രത്യക്ഷപ്പെടുക?
അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വഞ്ചനയുടെ ചരിത്രം തുടങ്ങുന്നത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ്. അലിയുടെ പക്ഷം പിടിച്ച് പൊങ്ങിയ ഷിയ വിഭാഗം കൂഫക്കാരായ ഇറാഖിലെ ആളുകൾ ഷാമിലെ യുദ്ധ സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിന്റെ സൈന്യത്തിൽ നിന്ന് അവർ പിൻവാങ്ങി. സമയമായപ്പോൾ കാൽവാരിയവരാണ്. ചരിത്രത്തിൽ വ്യക്തമായി നമുക്ക് കാണാം. അലി റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ വിഷമിച്ചതും അദ്ദേഹം പ്രയാസപ്പെട്ട ഒരു ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. ഒരു ഖുത്ബയുടെ പരിമിതി നിന്നുകൊണ്ട് ഞാൻ അതൊന്ന് ചുരുക്കി പറയുമെന്ന് മാത്രം. രണ്ടാമതായി നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പൗത്രൻ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ചു വരുത്തി കാലുവാരി ശത്രുക്കൾക്ക് വധിക്കാൻ വിട്ടുകൊടുത്തതാണ്. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന അമവി ഖിലാഫത്തിൽ അന്നത്തെ അവരുടെ ഗവർണറായിരുന്നു. അയാളുടെ കാര്യങ്ങളാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടാൻ കാരണം ഷിയാക്കളാണ്. ഇന്ന് ആ ഷിയാക്കളാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ മുഹറം 10 നഹ്സായിട്ടും മറ്റുമൊക്കെ പിന്നെ വിലാപ കാവ്യങ്ങൾ നടത്തുന്നത്, വിലാപ പ്രകടനങ്ങൾ നടത്തുന്നത്. കർബലയ്ക്കും മറ്റുമൊക്കെ കർബല പുണ്യസ്ഥലമായും അവരുടെ സിയാറത്ത് കേന്ദ്രമായും എത്രത്തോളം എന്നാൽ മക്കയ്ക്കും മദീനയ്ക്കും ഇല്ലാത്ത പല പോലീസുകളും കർബലയ്ക്കുണ്ട്. അവിടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള വിശ്വാസകാരികൾ. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഞ്ചിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ സെയ്ദ് ബിൻ അലി, ഹുസൈന്റെ മകൻ അലിയുടെ മകൻ സെയ്ദ്, അദ്ദേഹത്തെയും കാലുവാരി നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൽ നിന്ന് കാലുവാരി പോയവരെയാണ് റാഫിദകൾ എന്ന ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് പൊതുവിൽ ഷിയാക്കൾ റാഫിദകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. റഫ് ചെയ്തു എന്നാണ്. എന്ന് വെച്ചാൽ കാലുവാരി. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നിന്നിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു, അബൂബക്കറിന്റെ ഉമറിന്റെ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? സൈന്യം ഒപ്പം കൂടിയിട്ട് അവർ ചോദിച്ചൊരു ചോദ്യമാണ്. സെയ്ദ് പറഞ്ഞു, അവർ മികച്ച 2 സഹാബാക്കളാണ്, അവർ വേണ്ടി പ്രാർത്ഥിച്ചു, റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞു. അതോടെ സെയ്ദിന് കാലുവാരി പറഞ്ഞു. അതുകൊണ്ടാണ് അവർ റാഫിദകൾ എന്ന് പറയുന്നത്. വലിയ ചരിത്രമാണ്. അങ്ങനെ അവർ അറിയപ്പെട്ടു. പിന്നീട് വരികയാണെങ്കിൽ അബ്ബാസിയ ഖിലാഫത്ത്, മുസ്ലിങ്ങളിൽ പ്രബലമായി നിന്ന ഒരു ഖിലാഫത്ത് കാലഘട്ടമാണ് അബ്ബാസിയ ഖിലാഫത്ത്. നൂറ്റാണ്ടുകൾ അവരുടെ ഭരണം മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. അതിനെ ശത്രുക്കളായ താർത്താരികൾക്ക് ഒറ്റുകൊടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ശിഥിലമാക്കിയത്, ദുർബലപ്പെടുത്തിയത് ഷിയാക്കളുടെ വഞ്ചനയും കൂടെയാണ്. അബ്ബാസി ഖലീഫ മുസ്തഖസിം ജില്ലയുടെ ഭരണകാലഘട്ടത്തിൽ 7-ാം നൂറ്റാണ്ടിൽ താർത്താരികൾ ആക്രമണം നടത്തുമ്പോൾ ഈ ഖലീഫയെ വഞ്ചിച്ചു കൊടുത്തത് നസീറുദ്ദീൻ അത്തൂസി എന്നറിയപ്പെടുന്ന ഒരു ഷിയ ആയിരുന്നു. അതിലൂടെ മുസ്ലിങ്ങൾക്ക് ഭരണം പോയത് മാത്രമല്ല, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തപ്പെട്ടു, കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ തൂസിയെ കുറിച്ച് പറഞ്ഞത് നസീറുദ്ദീൻ തൂസി അല്ല, നസീറു ശിർക്കി വൽ കുഫർ എന്നാണ്. ഷിർക്കിന്റെയും കുഫറിന്റെയും സഹായിയാണ്. നസീർ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ. ഇയാൾ ഷിർക്കിന്റെ സഹായിയാണ് എന്നാണ് വിശ്വസിച്ചത്. ആലോചിച്ചു. സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇസ്ലാമിക വിപ്ലവം നടത്തുമ്പോൾ കുരിശ് യോദ്ധാക്കൾക്ക് മുമ്പ് ആദ്യം തലസ്ഥാനത്ത് നിന്ന്, ഭരണരംഗത്ത് നിന്ന് താഴെ ഇറക്കിയത് ഷിയ ഭരണകൂടത്തെയായിരുന്നു. കാരണം ആദ്യം വഞ്ചകന്മാരെയാണ് മാറ്റേണ്ടത്. അത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. വലിയ കടുത്ത ശത്രുക്കളാണ്. മാത്രമല്ല ജൂത നസാറാക്കൾ വരുത്തിയതിനേക്കാൾ പല പരിക്കുകളും ചരിത്രത്തിൽ ഇവർ ഷിയാക്കൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി. ഇത് ആദർശത്തിന്റെ വെറും പൊളിറ്റിക്സ് മാത്രമല്ല, അവരുടെ ദീനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങളുടെ സുന്നികളുടെ രക്തം ചിന്തുക എന്നുള്ളത് പവിത്രമായി കാണുന്നു, അതിനെ പുണ്യമായി കാണുന്നു, വഞ്ചനയെ ആരാധനയായി കാണുന്നു. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഫവി പിന്നീട് നമുക്ക് കാണാം, ഉബൈദികളുടെ ഭരണകാലഘട്ടത്തിൽ അബൂബക്കർ നാബുലിസി എന്ന പണ്ഡിതൻ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു. ഉബൈദി അന്നത്തെ ഭരണാധികാരി. എന്നിട്ട് ചോദിച്ചു, 10 അമ്പ് എന്റെ കയ്യിലുണ്ടെങ്കിൽ 1 അമ്പ് ഞങ്ങൾക്ക് നേരെയും 9 അമ്പ് നസാറാക്കളായ റോമക്കാർക്കെതിരെ എഴുതിവിടുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ആരോഗ്യം പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു. അപ്പോ അബൂബക്കർ നാബുലിസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് 10 അമ്പ് എന്റെ കയ്യിലുണ്ടെങ്കിൽ 9 അമ്പ് നിങ്ങൾക്ക് നേരായിരിക്കും. 1 എണ്ണം മാത്രമേ ഞാൻ റോമക്കാർക്കെതിരെ വിടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത്ര വിവേകമുള്ള പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞത് കാരണം വഞ്ചനയുടെ ദീനിനെ അട്ടിമറിച്ചവർ, സ്വാലിഹ്യങ്ങളെ അറിഞ്ഞുകൊല ചെയ്തവർ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ കശാപ്പ് വരുത്തിയവർ, അങ്ങനെയുള്ള ഷിയാക്കൾക്കെതിരെ നിലകൊള്ളണം എന്നാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇറാഖിലോ ഷാമിലോ പരിസരത്തോ മുസ്ലിം ജൂതന്മാർക്കോ നസാറാക്കൾക്കോ ഒരു ഭരണം വന്നാൽ അവരുടെ ഏറ്റവും വലിയ വലങ്കൈ, അവരുടെ സഹായി അത് ഷിയാക്കളായിരിക്കും. ഹക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഇതിലൊരു ധാരണ ഉണ്ടാകുന്നത്, മീഡിയകൾ തരുന്നതിനപ്പുറം, ഞാനിത് ആവർത്തിച്ച് പറയുന്നു, മീഡിയകൾ തരുന്നതിനപ്പുറം നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാകണം. ഈ മുസ്ലിം ഉമ്മത്തിൽ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരിലൂടെ ആകണം.
നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടുകൊണ്ട് മാർക്കിടാൻ നിന്നാൽ പല അപകടങ്ങളും എനിക്ക് നിങ്ങൾക്കും പിണയും. അതുകൊണ്ട് നമ്മൾ ഇത്തരം വിരോധികളെ, ശത്രുക്കളെ നമ്മൾ കരുതലോടെ നിൽക്കണം. ആധുനിക കാലം ഇതിൽ നിന്ന് വിഭിന്നമല്ല. ആധുനിക കാലത്തും ഇറാഖ്, അധിനിവേശ കാലത്ത് ബ്രിട്ടനും അമേരിക്കയും ആക്രമണങ്ങൾ നടത്തിയപ്പോൾ, ഇറാഖ് നഷ്ടപ്പെട്ടപ്പോൾ അതിലേറെ സംഭവിച്ചവർ ഷിയാക്കളാണ്. എന്നല്ല, ആ ഒരു പരിതാപകരമായ അവസ്ഥയ്ക്ക് ശേഷം ഒരുപാട് സുന്നി മുസ്ലിങ്ങളെ നാട് കടത്തുകയും കൊല ചെയ്യുകയും ചെയ്തത് ഈ ഖുമൈനിയുടെ പട്ടാളമാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാലും ചില ഇന്നത്തെ പശ്ചാത്തലങ്ങളിൽ ഇതൊക്കെ മറന്നുകൊണ്ട് ചില ഒരു സോഫ്റ്റ് കോർണർ ഈ ആളുകളോട് സ്വീകരിക്കുന്നു. ഇല്ലെങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു നല്ല മുഖം അവർക്ക് വേണ്ടേ, അനുകൂലിക്കാൻ എവിടെയെങ്കിലും വേണ്ടേ? അതുകൊണ്ടാണ് അവരെ കുറിച്ച് ശക്തമായി പണ്ഡിതന്മാർ താക്കീത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ശർറിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഷിയാക്കളിലൂടെയും ഖവാരിജികളിലൂടെയും ഉണ്ടായ എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസം നൽകട്ടെ. ഈ സമുദായത്തിന് അല്ലാഹു ശക്തിയും പ്രതാപവും തിരിച്ചേരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുകയും നമ്മെല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ.